ഹായ് മക്കളെ, പ്രദീപ് സാറാണ്. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോണത്? നമ്മുടെ +1 ഫിസിക്സിലെ ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ബോർഡ് എക്സാമുകൾക്ക് ചോദ്യം വന്നേക്കണ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ഇതിൽ ചോദ്യം വന്നേക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് മക്കൾ, എന്തായാലും പ്രോബ്ലംസ് ഒക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സെറ്റായിട്ട് വേണം പഠിച്ചോളാനായിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പാസ്കൽ ലോ. ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, 2021 2017 അങ്ങനെ ഓരോ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യേണ്ട ഈ ചോദ്യം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് പാസ്കൽ ലോ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ബൈ ഡ്രോയിങ് എ ഫിഗർ. ഇതിന് ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും, രണ്ടാമത്തെ ചോദ്യം പ്രോബ്ലം ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഡിസ്കസ് സെറ്റാക്കി തരുന്നുണ്ട്. അതിൽ സ്റ്റേറ്റ് പാസ്കൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാസ്കൽ ലോ? ആദ്യം അത് നോക്കാം. It states that pressure applied to an enclosed fluid is transmitted equally to every portion of the fluid and to the walls of the containing vessel. അതായത് ഒരു ക്ലോസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല അല്ലെ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അത് എല്ലായിടത്തേക്കും എന്ത് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് പാസ്കൽ ലോ. ഈ പാസ്കൽ ലോയുടെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഫിഗർ കൃത്യമായിട്ട് വരച്ചു വെച്ചോട്ടാ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്തായിരിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവായിരിക്കും. ഈ ഒരു ക്രോസ് സെക്ഷനിൽ എന്തായിരിക്കും, ഏരിയ കൂടുതലായിരിക്കും. അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഏകദേശം ഒരു 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 5 പാസ്കൽ ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഓരോ മീറ്റർ സ്ക്വയറിലും 5 ന്യൂട്ടൺ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഓരോ മീറ്റർ സ്ക്വയറിലും എത്ര തന്നെയായിരിക്കും, 5 ന്യൂട്ടൺ ആയിരിക്കും. പക്ഷേ ആ ക്ലാസിഫൈ ചെയ്യുന്ന ഇവിടെ ഉണ്ടാവുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇവിടെ ചെറിയൊരു ഫോഴ്സ് ആണ്, അതായത് ഫസ്റ്റ് സെക്ഷനിൽ ചെറിയൊരു ഫോഴ്സ് ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു ഫോഴ്സ് ഉണ്ടാകുന്നു. പക്ഷെ പ്രഷർ ഈക്വൽ ആണ്. ഓരോ മീറ്റർ സ്ക്വയറിലും ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്താണ്, ഈക്വൽ ആയിരിക്കും. പക്ഷെ ഫോഴ്സിന്റെ അളവ് ടോട്ടൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് വലിയൊരു ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാറിനെയോ ലോറിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാസ്കൽ ലോയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉയർത്താം. ഓക്കെ, അപ്പൊ അതില് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എഴുതണം. എന്താണ് ഫസ്റ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന P1 എന്ന് പറഞ്ഞാൽ F1/A1 ആണെങ്കിൽ P2 എന്ന് പറഞ്ഞാൽ എന്താണ്, F2/A2 ആണ്. പാസ്കൽ ലോ പറഞ്ഞാൽ എന്താണ്, P1 = P2 ആണ്. P1 എന്താണ് മക്കളെ, F1/A1 = F2/A2. സിമ്പിൾ ആണ്. അപ്പൊ F2 എന്താ കിട്ടണേ, ഈ A1 അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ F1/A1 × A2 ആണ്. ഓക്കെ, ഇനി അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽ ലോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ലിഫ്റ്റ്, പിന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് വരുന്നുണ്ട്, പിന്നെ ഡെന്റിസ്റ്റിന്റെ ചെയർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാസ്കൽ ലോയും ഹൈഡ്രോളിക് ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ ചോദിച്ചേക്കുന്നത്. ഇനി വന്ന കാര്യം എന്ന് വെച്ചാല് എന്താണ്, പ്രോബ്ലം ആണ്. A car having a 1350 kg is placed in a hydraulic lift if the radius of the small piston is 5 cm and the radius of the large piston is 15 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. Calculate the amount of force to be exerted on the small piston to lift the car. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിന് മുന്നേ ഒരു ടെസ്റ്റ് ക്വസ്റ്റ്യൻ 2017 എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡ് എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിവൺ ഡാറ്റാസ് ആദ്യം എഴുതാൻ നോക്കാം. അപ്പൊ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗിവൺ ഡാറ്റ? ചെറിയ പിസ്റ്റൺ 2 റേഡിയസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ റേഡിയസ് എത്രയാ, R1 5 cm. ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് 10⁻⁻² മീറ്റർ. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അല്ലെ. ഇനി R2 എന്ന് പറഞ്ഞാൽ 15 cm ആണ്. 15 കാരണം സെക്കൻഡ് സെക്ഷനിലെ ഏരിയ കൂടുതലാ, ഡയമീറ്റർ കൂടുതൽ, റേഡിയസ് കൂടുതലാണ്. 15 × 10⁻² മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ A1 എന്ന് പറഞ്ഞാൽ എന്താണ്, πr1² അല്ലെ. πr1² മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, π × 25 × 10⁻⁴ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി A2 എന്താണ് ചെയ്യേണ്ടത്, πr2² ആണ്. π × 225 × 10⁻⁴ മീറ്റർ സ്ക്വയർ. ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡയമീറ്റർ വരാം. നമ്മൾ എന്ത് ചെയ്യണ്ടേ, പകുതി ചെയ്താൽ മതി അല്ലെ. അപ്പൊ A1 കിട്ടിയല്ലേ. ഇനി ചെയ്യേണ്ടത് മാസ് ആണ്. മാസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോഴ്സ് ഇതാക്കരുത്. കാരണം മാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ബോഡിയുടെ മാസ് മാത്രമേ തന്നിട്ടുള്ളൂ.
ആ ലിഫ്റ്റ് ചെയ്യുന്ന ബോഡിയുടെ എന്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള ഫോഴ്സ് ആയിരിക്കും വേണ്ടത് അല്ലേ? അപ്പോൾ 1350 into 9.8 എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? F2 കിട്ടും. അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ M into G 1350 into 9.8 ആണ്. സോ F1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ F1 by A1 is equal to F2 by A2 ആണെങ്കിൽ F1 is equal to എന്താണ്? F2 by A2 into A1. സോ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1470 ന്യൂട്ടൺ എന്ന് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഫൈനൽ ആൻസർ കിട്ടിയല്ലേ? 1470 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇവിടെ എന്താണ്? ചെറിയ ഫോഴ്സ് ആയിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ പ്രഷറിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ആ പ്രഷറിൽ മാറ്റം ഉണ്ടോ എന്നൊരു കൺസെപ്റ്റ് കിട്ടിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമുകൾക്ക്. ആ എക്സാമുകൾക്ക് ചോദ്യം വന്നേക്കുന്നത് എങ്ങനെയാണ്? നോക്കിയോ, യെസ്, ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? യെസ്, പ്ലേസ് ചെയ്യുക. ചോദ്യം വന്നേക്കുന്നത് ഇവിടത്തെ F2 എന്നുണ്ടാവും, A2 എന്നുണ്ടാവും. ഓക്കെ ആണോ? F2 A2. ഇനിയുള്ള ചോദ്യം ഈ ഫസ്റ്റ് ബോഡിയിൽ F1 അറിയില്ല, A1 അറിയില്ല. നമുക്കറിയാവുന്ന F2 ഏകദേശം ഒരു 1450 എന്ന് വിചാരിക്കുക. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, ചുമ്മാ വിചാരിക്കുക 25 എന്ന് വിചാരിക്കുക. F1 കണ്ടുപിടിക്കാൻ പറയും. സോറി, F1 അല്ല, P1 കണ്ടുപിടിക്കാൻ പറയും. അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? F1 by A1 is equal to F2 by A2 എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് അവിടെ എക്സാമുകളാണ്, ടെൻഷൻ വരും, ഉറപ്പാണ് അല്ലേ? അപ്പോൾ ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഈ കാര്യങ്ങൾ നേരത്തെ സെറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്നത്തെ ആ ഒരു ടൈമിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, 2015 ചോദ്യമാണത്. അപ്പോൾ ഈ 1450 കൊടുക്കും, A2 എന്ന് പറഞ്ഞ വാല്യൂ 25 കൊടുക്കും. പക്ഷെ നമുക്ക് ഈ P1 കിട്ടാനായിട്ട് F1 A1 ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ആ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, F2 by A2 കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ P2 കിട്ടും അല്ലേ? ആ P2 തന്നെയാണ് എന്ത് പറയണത്? P1 is equal to P2. ഓക്കെ ആണോ? അല്ലാണ്ട് F1 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, A1 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, P2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം F2 by A2 കണ്ടിട്ടുണ്ട്. ആ F2 by A2 കണ്ടുപിടിച്ച P2 ആണ് P1 എന്ന് പറയുന്നത്. കാരണം പാസ്കൽ ലോ പ്രകാരം എല്ലാ പ്രഷറും എന്താണ്? ഈക്വൽ ആണ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടുക. 2 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൺഫ്യൂഷൻ ആവരുത് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ. സെറ്റല്ലേ പറഞ്ഞ കാര്യങ്ങള്? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റോക്സ് ലോ ആണ്. സിമ്പിൾ ആണ്. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ ആണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ഫോർമുല എന്നും പറയാറുണ്ട്. 2000 ചോദിച്ചേക്കുന്ന ചോദ്യമാണ് സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പോസിറ്റ് ലെയേഴ്സുകൾ, ഒരു ഫ്ലൂയിഡ് മോഷനിൽ ഓപ്പോസിറ്റ് ലെയേഴ്സുകൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? വിസ്കസ് ഫോഴ്സ്. എങ്കിൽ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു ബോഡി ഉണ്ട്, റേഡിയസ്, ഒരു എന്താണ് വെലോസിറ്റി ഓഫ് ദ ബോൾ, റേഡിയസ് ഓഫ് ദ ബോൾ വന്നിട്ടുണ്ട്. ആ ബോളിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലൂയിഡ് ലെയേഴ്സിന് കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. എന്താണ് ആൻസർ? ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മക്കളെ. 6 pi neta RV. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും എക്സാമിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ V എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, R എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, നീറ്റ. ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന മക്കളെ, ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സ്ട്രെസ്സും നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചു. എല്ലാ സ്ട്രെസ് എന്നും പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഇനി സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാലോ, ആദ്യം സ്ട്രെയിൻ പഠിക്കാം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ് ചരിഞ്ഞിരിക്കുന്നത് അല്ലെ, ആ ചരിഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ എൽ. ഓക്കെ ആണല്ലോ. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാലോ, സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്താണ്? സ്ട്രെയിൻ ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പൊ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എൽ ഡെൽറ്റ ടി എന്ന് വരും. ഡെൽറ്റ ടി. ഓക്കെ. ഇനി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്, നേരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ഈ ക്വാണ്ടിറ്റി എന്ത് കിട്ടും? വെലോസിറ്റി വി ബൈ എൽ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ സ്ട്രെയിൻ റേറ്റ് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് നീറ്റ ഈസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ വി ബൈ എൽ.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എല്ല് മേലോട്ട് വരും. അപ്പൊ എന്ത് കിട്ടും? FL ഡിവൈഡഡ് ബൈ VA എന്ന് നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആൻസർ കിട്ടും. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഏരിയ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പൊ SI യൂണിറ്റ് എന്താ മക്കളെ? പോയ്സ് അല്ലേ? CGS യൂണിറ്റ് പോയ്സും പറയും. ഡയമെൻഷൻ നോക്കി വെച്ചോ, ml റേസ് ടു -1 t റേസ് ടു -1 ആണ്. അപ്പൊ സ്റ്റോക്സ് ഫോർമുലയുമായി ബന്ധപ്പെട്ട കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും കഴിഞ്ഞു. ഓക്കെ അല്ലേ? പറയാം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r ഡെൻസിറ്റി ρ ഈസ് ഫോളിംഗ് ത്രൂ വിസ്കസ് മീഡിയം. ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഏതാണ് ടോപ്പിക് എന്നല്ലേ. അപ്പൊ ഫസ്റ്റ് ചോദ്യം എന്താണെന്നുള്ള വെലോസിറ്റി പല രീതിയും ചോദിക്കാം. ഒരു ഫോളോ ചെയ്യുന്നു, എന്താണ് വെലോസിറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെർമിനൽ വെലോസിറ്റി എന്നുള്ള ചോദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദാറ്റ് വെലോസിറ്റി എന്ന് ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ 2022 എന്താണ് ജൂണിലും മാർച്ചിലും 2016 മാർച്ച് 2011 2022 ഒരുപാട് തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. എന്തായാലും പഠിച്ചു വെച്ചോ. 2018 ഇതിന്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. 2018 എന്ന് പറഞ്ഞാൽ എല്ലാ തിയറി ക്വസ്റ്റ്യൻസിന്റെയും പ്രോബ്ലം ടൈപ്പാണ് വന്നിരുന്നത്. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് തിയറി ചോദിക്കാം, ഒപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സെറ്റാക്കി എടുക്കാം. ഈ ചാപ്റ്റർ എന്നല്ല, എല്ലാ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാകാം മക്കളെ, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറൻറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഡാഷ് വിത്ത് ടെമ്പറേച്ചർ, വിസ്കോസിറ്റി വേറസ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡാഷ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? അപ്പോൾ നമുക്ക് ആ ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ, ആ ചെറിയ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, വേറാസ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് വിത്ത് എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി ഡിഫറെന്റ് ഫോഴ്സ് ആണ് ചോദിക്കുന്നത്. യെസ്, എന്താണ് ടെർമിനൽ വെലോസിറ്റി? അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് constant maximum velocity acquired by the body while falling through viscous fluid. അതായത് ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ കൂടെ ഒരു ബോഡി താഴത്തോട്ട് വീഴുമ്പോൾ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യണത്? ആ ബോഡി താഴത്തേക്ക് റീച്ച് ചെയ്യണേ. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫോഴ്സുകളാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഫോഴ്സുകളാണ് അതിന് ആക്ട് ചെയ്യണത്. യെസ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാ ബോഡിയിലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഓഫ് ദാറ്റ് ബോൾ. എന്താണ്? വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, കൂടാതെ ഇനി വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാണ്. ആൻഡ് ഇസ് ആക്ടിങ് താഴത്തോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെ ആക്ട് ചെയ്യേണ്ട സംഭവമാണ് അല്ലേ, മേളിലോട്ടായിരിക്കും. അതുകൂടാതെ എല്ലാ ഫ്ലൂയിഡിലും ആക്ട് ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ബോയൻസി. ഓക്കെ ആണോ? അപ്പൊ 3 ഫോഴ്സുകളുടെ നെയിമുകൾ അവിടെ മാർക്ക് ചെയ്യാം. ചിലപ്പോൾ അര അങ്ങനെ 1.5 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചേക്കണേ. ഫിഗർ വരയ്ക്കുക, കൃത്യമായിട്ട് ഓരോ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ കാര്യം മാർക്ക് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ അതിന്റെ ഡെറിവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ്, അതായത് എന്താണ്, നമുക്ക് എല്ലാ ഫോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലെ. അപ്പൊ 3 ഫോഴ്സുകൾ ഏതൊക്കെയാ? 2 ഫോഴ്സുകളെ അപ്വേർഡും 1 ഫോഴ്സ് എന്താണ്? ഡൗൺവേർഡുമാണ്. അപ്പൊ ബാലൻസ് ചെയ്യുക. അപ്വേർഡുള്ള 2 ഫോഴ്സുകൾ ഏതൊക്കെയാ? വിസ്കസ് ഡ്രാഗ് ഫോഴ്സും അപ് ത്രസ്റ്റും കൂട്ടുക. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ബോഡി ആയിരിക്കും. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് എന്തായിരിക്കണം? പ്ലസ് ആണെങ്കിൽ താഴത്തോട്ടുള്ള ഫോഴ്സ് എന്താണ്? മൈനസ് ഈക്വൽ ടു 0. മൈനസ് ഉള്ളത് അപ്പുറത്തേക്ക് ആക്കുക, പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ എഴുതാൽ മതി, അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഡ്രാഗ് ഫോഴ്സും അപ് ത്രസ്റ്റ്, ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ബോഡി. ഇക്വേഷൻ 1 ആണ്. അപ്പൊ ഓരോ ഫോഴ്സുകളും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദി ബോഡി. സിമ്പിൾ കാര്യം, M×G. എമ്മിനെ നമ്മൾ മാറ്റാൻ പോകുന്നു. എം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ഡെൻസിറ്റിയാണ്. എത്രയാണ് ഡെൻസിറ്റി? റോ എന്നാണ് എടുത്തേക്കണേ. റോ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണ്. 4/3 πr³ ഇൻറ്റു G ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ് ത്രസ്റ്റ്. ഇക്വേഷനൊക്കെ സെയിം ആണ്. ഈ അപ് ത്രസ്റ്റ് കൊടുക്കേണ്ട ആളാരാ നോക്കാം. അപ് ത്രസ്റ്റ് കൊടുക്കണ ആരാണ്? നമ്മുടെ ഫ്ലൂയിഡ് ആണ് കൊടുക്കണം അല്ലേ. അപ്പൊ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി വേണം റോ, സിഗ്മ.
ഇനി എന്താ ചെയ്യണത്? ഈ അപ്ത്രസ്റ്റ് കൊടുക്കേണ്ടത് ആ വോളിയത്തിലോട്ടാ. ആരുടെ വോളിയത്തിലോട്ട്? ആ ബോളിന്റെ വോളിയത്തിനാണ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ബോളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ 4/3 πr³ g. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ടത് യെസ് എന്താണ് നമ്മൾ പഠിച്ചേക്കണ? വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് 6π∗r. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷനിലുള്ള വെയിറ്റ് കിട്ടി, അതിൽ അപ്ത്രസ്റ്റും കിട്ടി, ദെൻ വിസ്കസ് ഫോഴ്സും കിട്ടി. അപ്പൊ എ ബി സി ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്? യെസ് 6π∗rv, അപ്ത്രസ്റ്റ് സിഗ്മ × 4/3 πr³ g, റോ × 4/3 πr³ g. ചില ടൈമിൽ റേഡിയസ് ചിലപ്പോൾ എ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി മക്കൾ. അപ്പൊ എന്ത് കിട്ടി? യെസ്. അപ്പൊ നമുക്ക് വേണ്ട ആള് വെലോസിറ്റി ആണെങ്കിൽ ഈ ടേമുകളിൽ വെലോസിറ്റി ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ ടേമിനെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള ടേമിനെ അപ്പുറത്തേക്ക് ഇട്ടുക. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ? യെസ് റോ 4/3 πr³ g മൈനസ് സിഗ്മ × 4/3 πr³ g. രണ്ടിനും കോമൺ ഉള്ള ടൈമിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4/3 πr³ കോമൺ ആണ്, റോ മൈനസ് സിഗ്മ എന്ന് ഫൈനൽ ആൻസർ കിട്ടി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഈ വീനെ മാത്രം നിർത്തുക, ബാക്കി എല്ലാ ടൈമിനും എന്ത് ചെയ്യുക മക്കള്? അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് എന്ത് കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2/9 v 2/9 നീറ്റ r² g × റോ മൈനസ് സിഗ്മ എന്ന് ഫൈനൽ ആൻസർ കിട്ടി മക്കളെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഫൈനൽ ആൻസർ എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചോ. വേറൊരു കാര്യമില്ല, പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഡിറൈവ് ചെയ്തെടുത്തിട്ട് ഫൈനൽ ഇക്വേഷൻ ചെയ്യാമെന്ന് വിചാരിക്കും മക്കള്. പക്ഷെ അത് എന്തായിരിക്കും? ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ചിലപ്പോൾ ആ ഒരു സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴിയുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക, 2/9 നീറ്റ r² g ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് എന്ത് ചെയ്യുക മക്കള്? ഫൈനൽ ആൻസർ കാണാതെ പഠിച്ചു വെക്കുക, കാരണം പ്രോബ്ലം ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ കൃത്യമായിട്ട് ഡെറിവേഷൻ എഴുതി പഠിക്കുക. ആത്മാർത്ഥത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? സെറ്റായിട്ട് കയ്യിലെടുക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വന്നിരിക്കുന്നു. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. Compute the viscosity of the oil at 20 degrees Celsius. Density of the oil എന്നിട്ടുണ്ട്. ആ ഓയിലിന്റെ ഡെൻസിറ്റി നമ്മൾ എന്താ സൂചിപ്പിക്കാറ്? സിഗ്മ. ഇനി ഡെൻസിറ്റി ഓഫ് ദ കോപ്പർ എന്ന് പറഞ്ഞാൽ റോ ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട് 2 mm. mm മീറ്ററിലോട്ട് മാറ്റുക. അതോടൊപ്പം തന്നെ 20യുടെ ആവശ്യം നമുക്കില്ല, വെറുതെയാണ്. ഇനി 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട് 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ആ 6.5നെ എന്തിലേക്ക് മാറ്റണം? നിങ്ങൾ മീറ്ററിലോട്ടും കൺവേർട്ട് ചെയ്യാം. ഇനി എല്ലാ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഇക്വേഷൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആവശ്യമുള്ളത്. ആ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ ഗിവൺ ഡാറ്റാസ് ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ റേഡിയസ് എത്രയാ? 2 mm, 2 × 10⁻³ ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 10⁻² മീറ്റർ പെർ സെക്കൻഡ് ഇതിലേക്ക് മാറ്റിയിരിക്കണം. യെസ്, ടെമ്പറേച്ചറിന്റെ ആവശ്യം നമുക്ക് യൂസ് ചെയ്യാറില്ല. ഇനി ജിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റോ പറഞ്ഞു കഴിഞ്ഞു, 8.9 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ 1.5 × 10⁻³ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. യെസ്, 8.9 10⁻³. അപ്പൊ ചെയ്യേണ്ടത് നീറ്റയാണ്, കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? 2/9 നീറ്റ r² g × റോ മൈനസ് സിഗ്മ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഈ ടേം ഇപ്പുറത്തേക്ക് എടുക്കുക. വെലോസിറ്റി താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടി? നീറ്റ ഈസ് ഈക്വൽ ടു 2/9 v r² g × റോ മൈനസ് സിഗ്മ. സിമ്പിൾ ആണ്, പക്ഷേ കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഫുള്ളായിട്ട് പോകും. ഓക്കെ. ബ്രാക്കറ്റ് എന്ന സ്ഥലത്ത് ബ്രാക്കറ്റ് കൃത്യമായിട്ട് ഇടുക, ഇല്ലെങ്കിൽ തെറ്റിപ്പോട്ടെ മക്കളെ. അപ്പൊ ആദ്യം ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ചെയ്തു വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 9 / 6.5 × 10⁻² ഇൻറ്റു r². 2 × 10⁻³ r². പിന്നെ g 9.8. ഇനി റോ മൈനസ് സിഗ്മ. 8.9 × 10⁻³ മൈനസ് 1.5. അത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയാമോ? ആദ്യം ഈ ബ്രാക്കറ്റ് ഒന്ന് കുറയ്ക്കുക. ഓക്കെ. കുറച്ചതിന് ശേഷം 9.8 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഇൻറ്റു ചെയ്യുക. കാൽക്കുലേറ്റർ എടുക്കുക. 2 × 10⁻³ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും സെറ്റിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക.
ഓക്കെ, കിട്ടിയ ആൻസറിന് ഡിവൈഡ് ബൈ ബ്രാക്കറ്റിൽ താഴെയുള്ള ആൻസർ മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. 9 × 6.5 × 10⁻⁻2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യാനായിട്ടാ. അങ്ങനെ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ആൻസർ മാറിപ്പോവും. സോ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 0.99 പോയിസിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷെ കാൽക്കുലേറ്റർ ചെയ്യാൻ അറിയാൻ പാടില്ല എങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? യെസ്, ഇതിൽ നിന്ന് നമ്മുടെ മാർക്ക് പോകും. അപ്പോൾ ഏതൊരു മാർക്കും ഒരു മാർക്കായാലും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആത്മാർത്ഥത്തോടു കൂടി എന്ത് ചെയ്യാം? എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് +1 എല്ലാ ചാപ്റ്ററും സെറ്റായിട്ട് കിട്ടും. ഓക്കെ, ഒരു കാര്യം കൂടെ, +1 മാർക്ക് ഉണ്ടെങ്കിലാണ് +2 നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ മാർക്ക് കൂടിയും. അപ്പോൾ നമ്മളൊരു ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചോളൂ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ ഇനിയുള്ള നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ യെസ്, നോട്ട് ചെയ്ത് വെച്ചോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒരുപാട് തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് എന്ത്? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇയർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജൂൺ 2022, 21, 20, 19 അങ്ങനെ ഒരുപാട് തവണ 4 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. മക്കളെ പഠിച്ചോ, സെറ്റായിട്ട് പഠിച്ചോ. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റൈറ്റ് ഇൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് ഒബേ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതായത് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്ത്? കൺസർവേഷൻ ആണ്. നമ്മൾ എടുത്തു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? കൺസർവേഷൻ ഓഫ് എനർജി ആണല്ലേ. അപ്പൊ കൺസർവേഷൻ ഓഫ് എനർജിയിൽ നമ്മൾ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ കുറച്ച് പ്രത്യേകത ഉണ്ട് ഫ്ലൂയിഡ്സിന്. ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് മസ്റ്റ് ബി ഐഡിയൽ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, ഇറൊട്ടേഷണൽ, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ലിക്വിഡ് ഫ്ലോ ഷുഡ് ബി സ്ട്രീം ലൈൻ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പാലിച്ചാൽ മാത്രമാണ് ബെർണോളിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഫ്ലൂയിഡ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ആണിത്. ഓക്കെ, ഇപ്പോൾ റിയൽ കാര്യങ്ങൾ എന്തുണ്ടാവും? നമുക്ക് ആ ഐഡിയലുമായിട്ട് കമ്പയർ ചെയ്ത് എത്ര ലോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് പ്രൂഫിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഫിഗറാണ്. ആ ഫിഗർ ഇല്ലാണ്ട് യാതൊരു കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ ഫിഗർ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡെറിവേഷൻ ചെയ്തു പോവാം. ഇനി ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തിയറം പറയുന്നു. എന്താണ്? ഫോർ ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ദ സം ഓഫ് ദി പ്രഷർ. 3 എനർജിയാണ് പറയുന്നത്. ഏതൊക്കെയാ? പ്രഷർ, കൈനറ്റിക്, പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എന്താണ്? യൂണിറ്റ് വോളിയത്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും എല്ലാ പോയിന്റിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കൺസർവേഷൻ ആണ് എന്തിൻ്റെയാ? എനർജിയുടെ. എത്ര എനർജി പറയുന്നുണ്ട്? പ്രഷർ, പൊട്ടൻഷ്യൽ, കൈനറ്റിക്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വന്ന ചോദ്യമാണ് പ്രഷർ ഇൻക്രീസസ് വിത്ത് വെലോസിറ്റി. ഓക്കെ അല്ലേ? അതായത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യമാണ് യെസ്, മാഗ്നസ് എഫക്റ്റും എയറോഫോയിലിന്റെ ലിഫ്റ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആപ്ലിക്കേഷനും എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഡെറിവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഫിഗർ ആണ്. ആ ഫിഗറിലെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലെ ഫസ്റ്റ് സെക്ഷൻ എ, രണ്ടാം സെക്ഷൻ ബി എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ A1, സെക്കൻഡ് സെക്ഷന്റെ ഏരിയ A2 ആണ്. ഫസ്റ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ P1. അങ്ങനെയാണെങ്കിൽ ഇത് എൻറ്റർ ചെയ്യുന്ന വെലോസിറ്റി V1, എൻറ്റർ ചെയ്യുന്ന ഏരിയ ഈ ഡിസ്റ്റൻസിലാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇത് D1. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് D2 ചെറിയത്. ഓക്കെ, ഇനി പുറത്തോട്ട് വെലോസിറ്റി എൻറ്റർ ചെയ്യുന്നു V2. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒരു കാര്യമുണ്ട്, പ്രഷറിന്റെ ഡയറക്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതിൽ എൻറ്റർ ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ലീവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എന്തുകൊണ്ട്? പ്രഷർ. സിമ്പിൾ കാര്യം, അങ്ങോട്ടൊരു വർക്ക് കൊടുത്താലാണ് തള്ളി കയറുള്ളൂ. ഓക്കെ, പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്നെ വിടറ എന്നും പറഞ്ഞാൽ എന്ത് ചെയ്യണം? പുറത്തോട്ട് കയറണം അല്ലേ? അപ്പൊ എന്നുള്ള കൺസെപ്റ്റില് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് അവിടെ പ്രഷർ ആക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഈ പൈപ്പ് വെച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിലുള്ള പൈപ്പ് വെച്ചിരിക്കുന്നത് ഈ ലെവലിലാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ ഹൈറ്റ് H1, ഈ ഒരു പോയിന്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ് H2. അപ്പോൾ ഒന്നാമത്തെ ഹൈറ്റ് H1, H2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ. യെസ്, പക്ഷേ ഒരുപാട് തവണ ചോദിച്ചേക്കണ ചോദ്യമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എന്താണ്? സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ വർക്ക് എനർജി തിയറമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് വർക്ക് എനർജി തിയറം? വർക്കും എനർജിയും ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് എനർജി പഠിച്ചേക്കുന്ന വർക്കും കൈനറ്റിക് എനർജിയുമാണ്.
അല്ലെ? അത് സ്ട്രെയിറ്റ് ഉള്ള കേസിൽ. പക്ഷെ ഇത് ചരിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും പറയാം വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൂടെ പറയാം. ഒരു എനർജിയുടെ എക്സ്ട്രാ കയറി വന്നു, പക്ഷെ ഈ ലെവൽ സെയിം ആണെങ്കിലാ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അപ്പൊ ആ ചേഞ്ച് ഇൻ കൈനറ്റിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ സിമ്പിളാണ്. നമുക്ക് വർക്കാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ യെസ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് W1. എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഷർ P1, സെക്കൻഡ് A1. ഇനി ഈ ഡിസ്റ്റൻസിലേക്കുള്ള കേസാണ് ദാറ്റ് ഇസ് D1. ഓക്കെ, ഇനി പറയാ എന്താണ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. എന്താണ് അറിയാലോ നിങ്ങൾക്കത്? വോളിയമാണ്. സോ V. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കുക, W2 എന്ന് പറഞ്ഞാൽ സെയിം കൺസെപ്റ്റ് P2A2D2. അപ്പൊ A2 D2 എന്താ? V2 എന്താ വരാത്തെ? സെയിം വോളിയമാണ് കൺസെപ്റ്റ് എടുത്തേക്കണേ. അപ്പൊ V എന്നാ വേണ്ടി എടുത്താൽ മതി. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് ഡൺ പരിപാടി കഴിഞ്ഞു. W1 പ്ലസ് W2 ആണ്. പക്ഷെ W2 എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -W2. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? P1V മൈനസ് P2V. പരിപാടി കഴിഞ്ഞവിടെ. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ വർക്കിന്റെ തിയറം ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ വർക്ക്, തേർഡ് ഇക്വേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എന്താണ്? ഹാഫ് mv2² മൈനസ് ഹാഫ് mv1². ഓക്കെ, അടുത്തത് എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? യെസ് mgh2 മൈനസ് mgh1 ആണ്. mgh1 മൈനസ് mgh1, അതായത് രണ്ടിലും കോമൺ mg ആണ്. ഇനി ചെയ്യേണ്ട ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് വർക്ക് എന്ന തിയറത്തിലെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. യെസ്, എന്താണ്? P1V1 മൈനസ് P2V. വർക്ക് കഴിഞ്ഞു. അടുത്ത ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് mv2² മൈനസ് ഹാഫ് mv1². then change in potential energy mgh2 minus mgh1. ഇനിയുള്ളത് 1 എന്ന ടേമുകളില്ലേ അത് LHSലേക്കും 2 എന്ന് പറഞ്ഞ ടേം RHSലേക്കും മാറ്റുക. അപ്പോൾ P1V ഹാഫ് mv1² mgh1, P2V ഹാഫ് mv2² mgh2. ഓക്കെ, അപ്പോൾ ഒരു മൂന്നാമത്തെ ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? P3V പ്ലസ് ഹാഫ് mv3² പ്ലസ് mgh3 അങ്ങനെ പറയാം. ഓക്കെ ആണോ? mgh3. അപ്പൊ ഓരോ പോയിന്റിലെയും പ്രഷറും പൊട്ടൻഷ്യലും കൈനറ്റിക്കും എല്ലാം എന്താണ്? ഈക്വൽ ആണെങ്കിൽ ആ എല്ലാ 1ഉം 2ഉം എല്ലാം ക്യാൻസൽ ചെയ്ത് ഒറ്റ ടേമാണ് ഇടുക. എന്താണ്? അതിന് പിന്നെ ഡിവൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എന്ത് കിട്ടി? വെലോസിറ്റി കട്ട് ചെയ്ത് മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ ടേമിലും 1ഉം 2ഉം എല്ലാ ടേം അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ടേം മാത്രം എടുക്കാം. എന്താണ്? പ്രഷർ P പ്ലസ് ഹാഫ് റോ V² പ്ലസ് റോ GH ഈക്വൽ ടു എന്താണെന്നുള്ള കാര്യം കോൺസ്റ്റന്റ് ആണ്. അത് ഈ റോ എങ്ങനെ വന്നെന്നുള്ള കാര്യം മറക്കരുത്. മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി ആണ്. മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി ആണ്. ഇതെല്ലാം ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഡെറിവേഷൻ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതി പഠിച്ചേ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചേക്കണ ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ പറയുന്നത്? അപ്പോൾ തിയറം പറയുന്നത് എന്താണ്? സം ഓഫ് പ്രഷറും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ടോറസിലോ ചോദിച്ചിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. നോക്കി വെച്ചേക്കാം. ഒരുപാട് തവണ ഇല്ലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അതിന് നമുക്ക് അറിയാം ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മാത്രമേ ഉള്ളൂ അല്ലേ? എയർ ബബിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എയർ മാത്രം. ലിക്വിഡ് ബബിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എയറും പുറത്ത് ലിക്വിഡ് ഫിലിമും. പുറത്തെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എയർ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഫിലിം, റെഡ് കളറുള്ള ലിക്വിഡ് ഫിലിം, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് സർഫസ് ഇൻസൈഡും ഔട്ട്സൈഡും ഉണ്ട്. സോ ഈ ഒരു ഡ്രോപ്പ് ആക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. ആ സർഫസ് ഏരിയ കുറയ്ക്കുമ്പോൾ ആ ഷേപ്പാണ് അവരെന്തായിട്ട് മാറണത്? സ്ഫെരിക്കൽ ഷേപ്പായിട്ട് മാറണത്. അതുകൊണ്ട് സർഫസ് ഏരിയ കുറയ്ക്കുന്നത് കൊണ്ട് ഉള്ളിലത്തെ പ്രഷർ
ഉള്ളിലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവർ എന്തെങ്കിലും കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഉള്ളിലത്തെ പ്രഷർ എന്തായിരിക്കും മക്കളെ? യെസ്, കൂടുതലായിരിക്കും. അതുകൊണ്ട് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഇസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഔട്ട്സൈഡ് ദ ബബിൾ. അതായത് PI ഗ്രേറ്റർ ദാൻ P0. അപ്പോൾ എന്ത് ചെയ്യുക? വലുത് മൈനസ് ചെറുത്. ആ PI മൈനസ് P0 വിളിക്കുന്ന പേരാണ് മക്കളെ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. ഓക്കെ ആണോ? അപ്പോൾ എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പിന്റെ ഡെറിവേഷൻ കൂടാതെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഒരു ഡ്രോപ്പ് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അങ്ങനെ കുറഞ്ഞിരിക്കുന്ന റേഡിയസിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു വർക്ക് കൊടുക്കണം അല്ലേ? ആ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ എനർജി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് മക്കളെ ആ എനർജി എന്ന് പറഞ്ഞാൽ? സർഫസ് എനർജി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഇക്വേഷൻ എഴുതാം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ 2 പ്രഷർ ഉണ്ട്. PI മൈനസ് P0 ഇൻറ്റു ഏരിയ. നമ്മൾ ഉപയോഗിക്കുന്ന റെഡ് കളറുള്ള ഡ്രോപ്പിന്റെ ഷേപ്പ് എന്താണ്? സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഏരിയ എന്താണ്? 4πr² ആണ്. അപ്പോൾ PI മൈനസ് P0 ഇൻറ്റു 4πr². ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം വർക്ക് ഡൺ ടു 2 വർക്ക് നമ്മൾ കണ്ടുപിടിക്കും 2 രീതിയിൽ. ഒന്നാമത്തെ രീതിയാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സർഫസ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതി. അത് ബേസിക് അല്ല. ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ബേസിക് പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എന്താണ് ഫോഴ്സ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? PI മൈനസ് P0 ഇൻറ്റു 4πr² ഇൻറ്റു പുറത്തെ ഡിസ്റ്റൻസ് ΔR. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനിയുള്ളത് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും എന്തിനാണ് മക്കളെ? ന്യൂമറിക്കലി എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഡയമെൻഷനിലും ഈക്വൽ ആണ്. പക്ഷെ രണ്ട് കൺസെപ്റ്റ് ആണെങ്കിലും ന്യൂമറിക്കൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈക്വൽ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ ദ സർഫസ് ഏരിയ. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സിമ്പിൾ വർക്ക് കിട്ടി. ഇനിയുള്ളത് ഈ വർക്ക് കിട്ടുന്നത് എന്ത് ചെയ്യുക? നിർത്തിയിട്ട് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഡിനോമിനേറ്റർ ന്യൂമറോട്ട് പോയി നമുക്ക് എന്ത് കിട്ടി? യെസ്, ഇൻറ്റു കിട്ടി. ഏതാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു S ഇൻ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അപ്പോൾ S സർഫസ് ടെൻഷൻ ഇൻറ്റു ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. അതാണ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇനി എന്താണ് ഫൈനൽ ഏരിയ? നമ്മുടെ ഫൈനൽ റേഡിയസ്, ഇങ്ങനെയുള്ള റേഡിയസിൽ നിന്നും ഇത് 6 ആണ്, പിന്നെ ΔR ആണ്. മൊത്തത്തിൽ എന്ത് കിട്ടി? R പ്ലസ് ΔR. അപ്പോൾ എന്ത് കിട്ടി? ഫൈനൽ ഏരിയ 4π ഇൻറ്റു R പ്ലസ് ΔR ദ ഹോൾ സ്ക്വയർ മൈനസ് 4πr². മക്കളെ ഈ സാധനം എന്താണ്? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² പ്ലസ് 2AB പ്ലസ് B² ആണ്. അപ്പോൾ എന്ത് കിട്ടി? 4π ഉണ്ട് R² പ്ലസ് 2R ΔR പ്ലസ് ΔR² മൈനസ് 4πr². മക്കളെ ഈ 4π ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 4πr² കട്ട് കളയാം. നിങ്ങൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാട്രോണിക് പഠിച്ചേക്കാണ്. ΔR എന്ന് പറഞ്ഞാൽ വലുതാണോ? അല്ല, സ്മോൾ ആണ്. അപ്പൊ ΔR സ്മോൾ ആണെങ്കിൽ 0.01 ഒക്കെ ആയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും? 0.001 ആയിട്ട് മാറും. അങ്ങനെയുള്ള ആളുടെ കൂടെ 12 എന്ന് പറഞ്ഞ വലിയ സംഖ്യ, 12 പ്ലസ് 0.0001 ഈക്വൽ ടു 12.0001. അങ്ങനെ പറഞ്ഞേക്കാൾ എളുപ്പത്തിൽ നമുക്ക് 12 എന്ന് പറഞ്ഞാൽ പോരെ? ഡെസിമലുള്ള കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇയാളെയും കട്ട് ചെയ്ത് കളയാം. ഏത്? 4π ΔR² എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കിട്ടി? യെസ്, 8πr ΔR മാത്രം കിട്ടി. കൂടാതെ എന്തുണ്ട്? എസ് ഉണ്ട്. അപ്പം സെക്കൻഡ് ഇക്വേഷൻ വർക്കിന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സർഫസ് എനർജി വെച്ച് കണ്ടുപിടിച്ചു. 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. PI മൈനസ് P0 4πr² ΔR S ഇൻറ്റു 8πr ΔR കിട്ടിക്കഴിഞ്ഞാൽ എക്സസ് പ്രഷറായ ഈ ബ്രാക്കറ്റ് അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരും നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ΔR ക്യാൻസൽ, 8 2 ടൈംസ് പൈ ക്യാൻസൽ, R² R ക്യാൻസൽ, R മാത്രം. സോ ദ ആൻസർ ഈസ് PI മൈനസ് P0 ഈസ് ഈക്വൽ ടു 2S by R. S ഫോർ സർഫസ് ടെൻഷൻ. അപ്പൊ ഇത് എയർ ബബിൾ ആണ്. ഓക്കെ അല്ലേ? ലിക്വിഡ് ഡ്രോപ്പിനും ഈക്വേഷൻ തന്നെ. പക്ഷേ ലിക്വിഡ് ബബിളിന് എന്താണ്? 2 സർഫസ് ഉണ്ട് അല്ലെ? ഇൻസൈഡും ഔട്ട്സൈഡും 2 സർഫസ് ഉള്ളത് കൊണ്ട് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PI മൈനസ് P0 ഈസ് ഈക്വൽ ടു 4S by. കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം എന്താണെന്ന് വെച്ചാൽ 1 മാർക്കിന്റെ MCQ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സസ് പ്രഷർ ഓഫ് എ ലിക്വിഡ് ബബിൾ. ഓപ്ഷൻ തന്നിട്ടുണ്ട് 2S by R, S by R, 4S by R. ഏതാണ് മക്കളെ ആൻസർ? 4S by R. മറന്നു പോകരുത്, ലിക്വിഡ് ബബിൾ ആണ്, ഡ്രോപ്പ് വേറെ. ഓക്കെ, അപ്പൊ ആൻസർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോളാം കേട്ടോ. ഓക്കെ, എക്സാം ഒക്കെ വരാറായിട്ടുണ്ട് നമുക്ക്. അപ്പൊ നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ
ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഫിഗർ വരയ്ക്കാൻ പറയാറുണ്ട്. ഏത് വെറ്റും ഡസ് നോട്ട് വെറ്റും ചെയ്യുന്ന രണ്ട് സർഫസുകളുടെ എന്ത് പറയാറുണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു നമ്മൾ സിലിണ്ടറിൽ അല്ലെങ്കിൽ ഒരു ട്യൂബിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ സർഫസ് എന്ന് പറയുന്നത് വാട്ടർ ആണെങ്കിൽ കുഴിഞ്ഞിരിക്കും, മെർക്കുറി ആണെങ്കിൽ യെസ് ഈ ഒരു ഷേപ്പിൽ നിൽക്കാറുണ്ട്, വാട്ടർ ആണെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കും അല്ലേ. ഇറ്റ് ഇസ് ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഡെഫിനേഷൻ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല, നമുക്ക് ഫിഗർ വരച്ച് നോക്കുക. ആ ഫിഗർ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡെഫിനേഷൻ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. അതിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് യെസ് നമ്മുടെ സർഫസ് ആണിത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറെ ഗ്ലാസ് ആണത്, ആ ഗ്ലാസ്സിലോട്ട് നമ്മൾ വാട്ടർ ഒഴിക്കുന്നു. സ്വാഭാവികമായിട്ടും വാട്ടർ എന്ത് ചെയ്യും, സ്പ്രെഡായി കിടക്കും. ആ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിൻ്റെ ഒരു സർഫസാണ് ഇവിടെ വരച്ചേക്കണത്. അവിടെ നിന്നൊരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ ആണോ? ഇനി പറ, ആ സർഫസും ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ ആണോ? ഇനി പറയണത് മെർക്കുറി വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിക്ക് താല്പര്യമില്ല ഗ്ലാസിനോട്. കൊഹസീവ് ഫോഴ്സ് എന്താണ് അവിടെ കൂടുതലാണ്, മറ്റവർക്ക് അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണ് വാട്ടറിന്. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് മെർക്കുറി എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടാതെ റൗണ്ടായിട്ട് നിൽക്കും. അങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുമ്പോൾ കോണ്ടാക്ട് ഇതാണ്, സർഫസ് ഇതാണ്, അവിടെ നിന്ന് ടാൻജൻറ്റ് നമുക്ക് ഇങ്ങനെ എന്തായാലും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മാച്ചളഞ്ഞു. യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സർഫസിൽ നിന്ന് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഫിഗർ ഒന്ന് വരയ്ക്കാൻ പറയും. ഓക്കെ, ഇനി 3 കൺസെപ്റ്റുകളാണ്. തീറ്റ ഫസ്റ്റ് വൺ 90 ഡിഗ്രി, ഇവിടെ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിൾ ഫസ്റ്റ് വൺ. ഇത് എന്ത് ചെയ്യുന്നു, വെറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഡസ് നോട്ട് വെറ്റ് ചെയ്യുന്നു. ഇനി ഷേപ്പാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്ത് ഷേപ്പാണ് ഇവിടെ, കോൺകേവ്. ഇവിടെ എന്താണ്, കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും. ആ സർഫസ് എന്ന് പറയുന്നത് കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഫിഗർ 90 ഡിഗ്രി ആണോ, ലെസ് ദാൻ 90 ഡിഗ്രി ആണോ, വെറ്റാണോ, ഡസ് നോട്ട് വെറ്റാണോ, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ടിൻ്റെ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിഗർ എന്തായാലും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, പഠിച്ചോളണം, വരച്ച് തന്നെ പഠിച്ചോളണം. ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, വാട്ടർ റൈസസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ് ഇൻ സ്പൈറ്റ് ഓഫ് എ ഗ്രാവിറ്റി ആൻഡ് ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഡാഷ്. അറിയാലോ പേര്. Derive the expression for height of the water in the tube in terms of radius of the tube and surface tension of the liquid. മക്കളെ എന്താണ് ഫസ്റ്റ് ടോപ്പിക്? വാട്ടർ റൈസസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണത്? കാപ്പിലറി. ഓക്കെ, കാപ്പിലാരിറ്റി. ഓക്കെ, കാപ്പിലറി റൈസ്, ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിലാരി. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ഡെറിവേഷനാണ്. മാർച്ച് 2018 ഇംപ്രൂവ്മെൻറ്റിലും യെസ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡെറിവേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യുക, നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇക്വേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണ്, അതിൻ്റെ എക്സ്പ്രഷൻ, കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫിഗർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്, ഫിഗർ എന്ന് പറയണത് ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് വയ്ക്കുന്നു, ആ യെല്ലോയിൽ മാർക്ക് ചെയ്തേക്കണം, അതാണ് നമ്മുടെ എന്താ പറയുന്നത്, ഒരു കാപ്പിലറി ട്യൂബ് എന്ന് പറയണത്. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, R. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് R. ഈ റേഡിയസിൻ്റെ അതുള്ളത് കൊണ്ട് വെള്ളം എന്ത് ചെയ്യുന്നു, ആ ട്യൂബിൻ്റെ ഇടയിൽ കൂടെ റൈസ് ചെയ്യുന്നു. ആ റൈസ് ചെയ്ത ഹൈറ്റാണ് എന്ത് പറയണത്, h. ഓക്കെ, അപ്പോൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. യെസ്, ഒന്ന് h, ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം. ഇനിയുള്ളത് ടാൻജൻറ്റ് ഞാൻ വരച്ചു, ഇതിൽ കൂടെ ഒരു ടാൻജൻറ്റ് ഞാൻ വരച്ചു. ആ ടാൻജൻറ്റും നമ്മുടെ ഈ സർഫസും, ഈ ഗ്ലാസിൻ്റെ ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത് പറയണത്, തീറ്റ. ഓക്കെ, ഇനി അറിയണത് ഈ തീറ്റ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ മേലുള്ളത് എന്തായിട്ട് മാറും, തീറ്റയായിട്ട് മാറും. ഓക്കെ, യെസ്, അപ്പോൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡെറിവേഷനിലോട്ട് പോകാനായിട്ട്. അപ്പോൾ തീറ്റയ്ക്കിനെ വന്ന് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നോക്കി വെച്ചേക്കണം. അതായത് ഓൾറെഡി നമ്മൾ DEF ഇവിടെ വരച്ചിട്ടുണ്ട്, DEF. അപ്പോൾ ഈ സർഫസിൽ ഇവിടെയാണ് തീറ്റ വന്നേക്കണം അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയാണ്, 90 ആണ്.
അപ്പോൾ ഈ ഭാഗമാണ് തീറ്റ എങ്കിൽ ഈ പോർഷൻ എന്തായിട്ട് മാറും 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ടാൻജൻ്റ് ആണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻജൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ ബാക്കി എത്ര കിട്ടും? റേഡിയസ് ടാൻജൻ്റ് ഓൾറെഡി 90 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് തീറ്റ ആണെങ്കിൽ ബാക്കി എന്ത് വരും? ഈ പോർഷൻ തീറ്റ എന്നുള്ള കൺസെപ്റ്റും വരും. ഓക്കെ, അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ട്യൂബിൽ വെള്ളത്തിൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ഡോട്ട് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കംപ്ലീറ്റ് ചെയ്തൊരു സ്ഫെറിക്കൽ ഷേപ്പാക്കി മാറ്റുന്നു. അങ്ങനെ കൺസെപ്റ്റ് വരച്ചാൽ മാത്രമാണ് ഇവിടുത്തെ പ്രഷർ PI എന്നും ഔട്ട്സൈഡ് പ്രഷർ P0 എന്നും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആദ്യം നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡ്രോപ്പ് വരച്ചിട്ടുള്ളൂ. നമ്മൾ എന്തായാലും ഇവിടെ PI മാർക്ക് ചെയ്തു, P0 മാർക്ക് ചെയ്തു. ശരിക്കും PI പുറത്തുള്ള ആളല്ലേ. അപ്പം അങ്ങനെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഷേപ്പിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഫിയറായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് R' കിട്ടി. R' എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? എയർ ബബിളിൻ്റെ റേഡിയസ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്. H എന്ന് പറഞ്ഞാൽ വാട്ടർ റൈസ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ PI എന്ന് പറഞ്ഞാൽ ശരിക്കും ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് P0. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, ഈ സെയിം ലെവലിൽ 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഒന്ന് ബിയും, ഒന്ന് B എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ ഉള്ളിൽ, A എന്ന് പറഞ്ഞാൽ പുറത്തും. ഓക്കെ ആണല്ലോ. 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ 2 കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്? ഇതിലെ ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എക്സസ് പ്രഷർ PI മൈനസ് P0 ഡിവൈഡ് ബൈ 2S/R അല്ലേ. പക്ഷെ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദ ബബിൾ ആണ്. പക്ഷെ റേഡിയസ് ഓഫ് ദ ബബിൾ ഇവിടെ ആരാണ്? R' ആണ്. അപ്പോൾ 2S/R'. ഫസ്റ്റ് കാര്യം കഴിഞ്ഞില്ലേ. ഇനി PI എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ PI എന്തായെടുക്കാം? P അറ്റ്മോസ്ഫിയർ എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറി? P അറ്റ്മോസ്ഫിയർ മൈനസ് P0 ഡിവൈഡ് ബൈ 2S/R'. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഓക്കെ ആണോ? ഇതിനാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ 2 പോയിന്റ്സ്? ഒന്നാമത്തെ പോയിന്റ് എയും രണ്ടാമത്തെ പോയിന്റ് ബിയും ആണെങ്കിൽ PA അതും എന്ത് തന്നെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് ആണ്. അതുകൊണ്ട് P അറ്റ്മോസ്ഫിയർ. ഇനി PB എന്ന് പറയണത് ശ്രദ്ധിച്ചാൽ മതി. ടോപ്പിലെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ P0 ആണ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ സർഫസിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ P0 ആണ്. ഇനി നമ്മുടെ PB എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ് എങ്കിൽ ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിന്റെ പ്രഷർ നമ്മൾ എന്ത് പറയാറുണ്ട്? HρG എന്നും പറയാറുണ്ട്. അപ്പോൾ ടോപ്പിലെ പ്രഷറായ P0യും കൂടാതെ HρGയും കൂടെ ഞാൻ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോപ്പിൽ നിന്നുമുള്ള ബിയുടെ പ്രഷർ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഷേപ്പ് ആണെങ്കിൽ, അവരുടെ ഹൈറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രഷർ ഈക്വൽ ആണ്. അപ്പൊ PI ഈക്വൽ ടു PB ആണ്. അപ്പൊ PI എന്താണ്? P അറ്റ്മോസ്ഫിയർ. PB എന്താണ്? P0 പ്ലസ് HρG. അപ്പൊ P അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു P0 പ്ലസ് HρG. P0 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ P അറ്റ്മോസ്ഫിയർ മൈനസ് P0 HρG. സെക്കൻഡ് ഇക്വേഷനെ ബോക്സിലേക്ക് ആക്കുക. 2 ഇക്വേഷനും എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ HρG ഈസ് ഈക്വൽ ടു 2S/R'. അപ്പൊ H എന്താണ് മക്കളെ? 2S/R'ρG. കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം S പ്രോബ്ലത്തിൽ തരും സർഫസ് ടെൻഷൻ, റോ തരും, G തരും. ഈ R' എന്ന് പറഞ്ഞാൽ ബബിളിന്റെ റേഡിയസ്. ആ ബബിളിന്റെ റേഡിയസ് ഞാൻ എങ്ങനെ ബബിളാന്ന് സങ്കല്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന ട്യൂബിന്റെ റേഡിയസിലോട്ട് മാറ്റണം. അപ്പൊ അതിന് ചെയ്യാൻ പോണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഏത് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ DEF എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ DEFൽ ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് തീറ്റ എടുക്കുന്നു. എന്താണ് കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് തീറ്റ എങ്കിൽ ഇത് R'. അപ്പൊ എന്താണ് കോസ് തീറ്റ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ R' ആണെങ്കിൽ എനിക്ക് വേണ്ടത് R' ആണ്. അപ്പൊ R' എന്ത് കിട്ടി? R/ cos θ എന്ന് കിട്ടി. മറന്നു പോകരുത്, ഇവിടെ തെറ്റാനുള്ള ചാൻസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. അപ്പോൾ ഒരാൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ മൾട്ടിപ്ലിക്കേഷനാണ്, പക്ഷെ കോസ്റ്റിലെ താഴേക്ക് എടുത്താൽ ഡിവൈഡ് ബൈ cos θ എന്ന് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ കിട്ടി 2S_ρg എന്ന് കിട്ടി. ആ R' പകരം ഞാൻ എന്ത് ചെയ്യുന്നു? കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടി. എന്താണ് H? 2S നമ്മുടെ Hന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2S_ρg ആണ്. R' എന്ന് പറഞ്ഞാൽ R cos θ കൊടുക്കുക. അപ്പൊ R by cos θ into ρg ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ cos θ മേളിലേക്ക് എടുക്കാം. സോ ദ ഫൈനൽ ഇക്വേഷൻ H എന്താണ്? 2S cos θ R ρg എന്ന് ഫൈനൽ ആൻസർ കിട്ടും.
അപ്പൊ എസ് എന്താണ്? സർഫസ് ടെൻഷൻ ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ ആക്കി യൂണിറ്റ്. എസ് കഴിഞ്ഞു. കോസ് തീറ്റ, തീറ്റ എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി നാരോ ട്യൂബ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ അതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് എടുക്കാം, ഈ എച്ചും റേഡിയസും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബല്ല, വലിയ ട്യൂബാണ് എടുത്തേക്കണമെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും? വെള്ളത്തിന്റെ റൈസ് കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ പ്രോബ്ലംസ് ആണെങ്കിൽ ചെയ്ത് പഠിക്കുക, ഡെറിവേഷൻ ആണെങ്കിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലവും സെറ്റായിട്ട് കയ്യിൽ കിട്ടും. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? മക്കൾ പഠിച്ചോളണം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ന്യൂട്ടൺസ് ഫോളോ ചെയ്യാം കേട്ടോ മക്കളെ. അപ്പൊ യെസ്.